കേരള ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാളും തമ്മിൽ നടന്ന മത്സരത്തിൽ CK അമനെ ഹെഡ്ബട്ട് ചെയ്തതിന്റെ പേരിൽ നവോച്ച സിംഗിന് 3 മത്സരത്തിലെ വിലക്കും 20,000 രൂപ പിഴയും ഒക്കെ കിട്ടി. അതിന്റെ പേരിൽ നമ്മളൊരു വീഡിയോ ചെയ്തപ്പോൾ അതിനെ ഒത്തിരി രോഷാകുലനായിട്ട് സംസാരിക്കേണ്ടി വന്നു എന്നുള്ളത് സത്യമാണ്. അപ്പം നവോച്ച സിംഗ് ചെയ്തത് പുണ്യപ്രവൃത്തിയാണ്, പുള്ള ശിക്ഷ അർഹിക്കുന്നില്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല. എന്തുകൊണ്ട് ആ രോക്ഷപ്രകടനം വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി വളരെ സിമ്പിളാണ്. കാരണം ഇവിടെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പലർക്കും പല നീതിയും പല നിയമവും പല ന്യായവും ഒക്കെയാണ്. ഇപ്പം കമ്മിറ്റി ടീമുകളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മുംബൈ സിറ്റിയുടെ ഭാഗത്തു നിന്നോ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ ഭാഗത്തു നിന്നോ കാര്യമായിട്ടുള്ള വീഴ്ചകൾ ഉണ്ടായാൽ പോലും നമ്മളുടെ അച്ചടക്ക സമിതി പലപ്പോഴും കണ്ണടച്ചു വിടുകയും സോഷ്യൽ മീഡിയയിൽ സഹിക്കാൻ പറ്റാത്ത വിധം മാരകമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടായാൽ മാത്രം അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നു എന്നുള്ളത് ഇന്ത്യൻ സൂപ്പർ ലീഗിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ എല്ലാവരെയും വേദനിപ്പിക്കുന്ന ഒരു ദുരന്ത യാഥാർത്ഥ്യം തന്നെയാണ് എന്നുള്ള വസ്തുത നമ്മൾ അംഗീകരിക്കണം. ഇപ്പം നവോച്ച ചെയ്തതുപോലെ ഈസ്റ്റ് ബംഗാളും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും തമ്മിൽ നടക്കുന്ന മത്സരത്തിനിടയിൽ വെച്ചിട്ട് സായം മുഖർജിയെ അതിരൂക്ഷമായിട്ട് തള്ളി താഴേക്ക് ഇട്ടിട്ടുള്ള ദിമി പെട്രറ്റോസിന്റെ കാര്യത്തിൽ മാത്രം അവർക്ക് ശിക്ഷാ നടപടികൾ എടുക്കാൻ വയ്യ. യാതൊരുവിധ പ്രൊവോക്കേഷനും ഇല്ലാതെ മുന്നിലേക്ക് നടന്നെടുത്ത സായം മുഖർജിയെ ദിമിത്രിയോസ് പെട്രറ്റോസ് എന്ന മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ സ്റ്റാർ പ്ലെയർ എന്തിന് തള്ളി താഴെയിട്ടു? അതും പ്രകോപനമില്ലാത്ത ആക്രമണമായിരുന്നു. അതിന്റെ പേരിൽ അദ്ദേഹവും ശിക്ഷ ഡിസർവ് ചെയ്യുന്നുണ്ട്. അതിന്റെ പേരിൽ ശിക്ഷയോ നടപടികളോ സ്വീകരിക്കാൻ തയ്യാറല്ലാത്ത ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ അച്ചടക്ക സമിതി വൈ ഓൾവേസ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നേരെ മാത്രം എന്തുകൊണ്ട് എല്ലായ്പ്പോഴും അച്ചടക്കത്തിന്റെ വാളെടുക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇപ്പം ദിമി ചെയ്താൽ കുറ്റമല്ല, നവോച്ച ചെയ്താൽ കുറ്റം. നവോച്ച ശിക്ഷ അർഹിക്കുന്നു, ദിമി ശിക്ഷ അർഹിക്കുന്നില്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ ന്യായവും നീതിയും. പിന്നെ എങ്ങനെയാണ് സർ നമ്മൾ പ്രതികരിക്കാതിരിക്കുന്നത്?